തെക്കേ ഗോപുരനടയിൽ 62 അടി നീളമുള്ള വലിയ ഭീമൻ പൂക്കളം അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതോടുകൂടി തൃശ്ശൂരുകാർക്ക് പൂക്കളുടെ പൂരമാണ്. ഇന്നു മുതൽ അത്തത്തിന് അല്ലെങ്കിൽ ഓണാഘോഷത്തിന് തിരികൊളുത്തുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീമൻ പൂക്കളം ഒരുങ്ങുന്നതോടുകൂടിയാണ് ഓണാഘോഷം ആരംഭിക്കുക. ഈ ഭീമൻ പൂക്കളം കാണാനായി തന്നെ രാവിലെ മുതൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. ഈ പൂക്കളം കാണാൻ വേണ്ടി മാത്രം വന്നതാണോ? എന്താ പേര്? യതി. എല്ലാ വർഷവും വരുമോ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാ. ഇന്നലെ എത്തിയിരുന്നു, പൂവൊരുക്കാനൊക്കെ കൂടി. ഇന്നിപ്പോൾ അത്തമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും. ഇനി അടുത്ത പുലികളിക്ക് വരും, പൂരം കാണാൻ എത്തണം. അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ തൃശ്ശൂരിന്റെ ഓണാഘോഷം ഒരു വലിയ ആവേശവും കൂടിയാണ്. അതെ അതെ അതെ. ഇവിടെ വന്നപ്പോഴും പലരെ സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വേറെ ഫീലാണ് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഓണത്തിന്. ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് ഏകദേശം ഒരു 10-18 വർഷം മുൻപേ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തുകൂടിയിരുന്നവർ ചേർന്നാണ് ഒരു ഭീമൻ പൂക്കളം ഉണ്ടാക്കണം എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇതിന്ന് 18ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ജാതിഭേദമന്യേ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാർ മാത്രം അല്ലെങ്കിൽ അങ്ങനെ യാതൊരു വേർതിരിവുകളുമില്ലാതെ ഈ പൂക്കളം ഇവിടെ ഇടാനായി എത്തുന്ന നിരവധി പേരാണ്. എങ്ങനെയുണ്ട് ആവേശം? നല്ല ആവേശമാണ്. രാവിലെ വന്നതാണ്, പുലർച്ചെ വന്നതാണ്. അടിപൊളിയായിട്ട് പോകുന്നു. സന്തോഷം, ഭയങ്കര സന്തോഷം. ഓണം തകർക്കും. ഇവിടെയാണോ വീട്? ഇവിടെയാണോ? തൃശ്ശൂർ തന്നെയാണ് വീട്, തൃശ്ശൂർക്കാരെയാണ്. അങ്ങനെ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. വലിയൊരു പൂക്കളം, ഈ 120ഓളം ആളുകൾ അല്ലെങ്കിൽ 120-ലധികം ആളുകൾ ഒന്നിച്ചു ചേർന്ന ഈ പൂക്കളം നിർമ്മിക്കുകയാണ്. 12 നിറത്തിലുള്ള പൂക്കളുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആഘോഷവും വലിയ ആവേശമാണ്. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരാണ്. പൂക്കളിടാനൊക്കെ സഹായിച്ചോ? ഇല്ല, ഇപ്പൊ വന്നിട്ടുള്ളൂ. പൂക്കളം കാണാൻ വേണ്ടി എങ്ങനെയുണ്ട് തോണ്ട് ഓണാഘോഷത്തിന്റെ ആവേശം? ഓണാഘോഷം ഇവിടെ തുടങ്ങല്ലേ, തൃശ്ശൂര് സ്റ്റാർട്ട് ചെയ്യാൻ അടിപൊളിയാവും. രാവിലെ തന്നെ വന്ന് ഈ പൂക്കളം കാണുക, പൂക്കളം ഇടാൻ സഹായിക്കുക, റീൽ എടുക്കുക, ഫോട്ടോ എടുക്കുക. അത് ഇന്നത്തെ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുക എന്നുള്ളത് കൂടിയാണ് ഒരാഘോഷം. ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഓണാഘോഷം? അടിപൊളിയാണ്. അത് എന്താ പറയുക, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നത്. നമ്മളെല്ലാ കൊല്ലം പറഞ്ഞ സംഭവമാണ്. അത്രക്കും എക്സ്പെക്ടേഷനാണ്. ഇത്ര നല്ലൊരു പൂക്കളം വേൾഡിലില്ല. അത്രക്കും അടിപൊളിയാണ്. അത്രയ്ക്ക് അടിപൊളിയായുള്ള പൂക്കളമാണെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്നുള്ളതാണ്. നിരവധി ആളുകൾ ഇതാ ഫോട്ടോ എടുക്കുന്നതൊക്കെ തിരക്കിലാണ്. എത്രയും വേഗം ഫോട്ടോ എടുക്കുക, പൂക്കളത്തിന്റെ കൂടെയൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഓണാഘോഷം? നല്ല ആഘോഷം. ആവേശത്തിലാണോ? എവിടുന്നാ വരുന്നേ? കല്ലൂര്, ആമ്പല്ലൂര്. ഈ പല ജില്ലകളിൽ നിന്ന് അതേപോലെ തന്നെ പല ആളുകൾ, ഈ തിരക്കുകളൊന്നും പോരാഞ്ഞിട്ട് വൈകുന്നേരമാകുന്നതോടുകൂടി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. തൃശ്ശൂരിന് അങ്ങനെ ഓണാഘോഷ മൂഡിലാണ്. ഓണം വൈബിലേക്ക് വന്നിരിക്കുകയാണ് തൃശ്ശൂർ. ഓണ വിപണി തുടങ്ങുന്നതോടുകൂടി തന്നെ തൃശ്ശൂരിൻ്റെ ഓണം വൈബ് ആരംഭിക്കും. അടുത്ത ഘട്ടം എന്നുള്ളത് ഇതാ ഈ ഭീമൻ പൂക്കളമാണ്. തൃശ്ശൂരിൻ്റെ അവകാശപ്പെടാവുന്ന സ്വന്തം ഭീമൻ പൂക്കളം. മനീഷ് കാനങ്ങാടിനൊപ്പം ഷീന മാർട്ടിൻ, മീഡിയ 1 തൃശ്ശൂർ.